Good morning, my dear students. നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എൻ പി ആർ എന്താണെന്ന് പറഞ്ഞു അല്ലേ. എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും പറയാം. എൻ പി ആർ ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് ആർ പ്ലസ് 1. Okay, so you remember this. So this is NPR. Okay, so study this and you can use this. Okay, then already we have seen these things. NPN is n factorial. Then come to the next point. The number of permutations of n objects where p objects are of the same kind and rest are different equal to n factorial by p factorial. So നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആണ്. അതിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ്, നമുക്ക് n ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ p ഒബ്ജക്ട്സ് ആർ ഓഫ് ദ സെയിം കൈൻഡ്, p ഒബ്ജക്ട്സ് അതിൽ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എത്രയാണ്? ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ p ഒബ്ജക്ട്സ് ആണ് ഇവിടെ ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്. ഓക്കെ, വേർഡ് റേഡിയൽ. ഓക്കെ, ദ വേർഡ് റേഡിയൽ ഹാസ്, റേഡിയൽ എന്ന് പറയുന്ന വേർഡിൽ ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റേഡിയൽ. അപ്പോൾ റേഡിയൽ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്, ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ആർ ഉണ്ട്, എ ഉണ്ട്, ഡി, ഐ, ദെൻ എഗെയിൻ എ, ദെൻ എൽ. ഓക്കെ, ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് എത്രയാണ്? മീനിങ് ഓർ മീനിങ്ലെസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, റേഡിയൽ എന്ന് പറയുന്നതിൽ ആർ ഒരു ടൈമേ ഉള്ളൂ, പക്ഷേ എ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എ ഈസ് റിപ്പീറ്റഡ് 2 times. ദെൻ നെക്സ്റ്റ് കംസ് ഐ, ദെൻ ഡി, ഡി 1 time, ഐ ഓൾസോ 1 time, ദെൻ എൽ, എൽ ഈസ് ഓൾസോ 1 time. ടോട്ടൽ 6 വേർഡ്സ് ആണ്, 6 ലെറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ 2 ആർ റിപ്പീറ്റഡ്. എ എന്ന് പറയുന്ന വേർഡ് 2 പ്രാവശ്യം വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് എന്താണ്? ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ്, ഇവിടെ 6 ഒബ്ജക്ട്സ് ആണ്. വേർ p ഒബ്ജക്ട്സ് ആർ ഓഫ് ദ സെയിം കൈൻഡ്, p ഒബ്ജക്ട്സ് ഒരേപോലെയാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ഇത് 2 ഒബ്ജക്ട്സ് വരുന്നുണ്ട്, എ രണ്ടും ഒരുപോലെ അല്ലേ. എ ഒബ്ജക്ട് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, എ എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് p ഒബ്ജക്ട്സ് ആർ ഓഫ് ദ സെയിം കൈൻഡ്, 2 ഒബ്ജക്ട്സ് ആർ ഓഫ് ദ സെയിം കൈൻഡ് എന്ന് പറയാം ഇവിടെ അല്ലേ. ആൻഡ് റെസ്റ്റ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പെർമ്യൂട്ടേഷൻസിൻ്റെ എണ്ണം n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. അതായത് ഇവിടെ 6 ആണ് ടോട്ടൽ, 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. പിക്ക് വരെ ഇവിടെ 2 ആണ്. സോ 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 720 ബൈ 2, ദാറ്റ് ഈസ് 360. ഓക്കെ, അപ്പോൾ 360 നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഇവിടെ 360 ആണ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ദാറ്റ് വി ക്യാൻ ഫോം, അതായത് നമുക്ക് ഫോം ചെയ്യാവുന്ന വേർഡ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് വേർ p1 ഒബ്ജക്ട്സ് ആർ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്, p2 ആർ ഓഫ് ദ സെക്കൻഡ് കൈൻഡ്, എക്സെട്ര pk ആർ ഓഫ് ദ തേർഡ് കൈൻഡ്, എക്സെട്ര. പി കെ എന്ന് പറയുന്ന കേർത്ത് ടൈപ്പാണ്. P1, P2, P3 അങ്ങനെ പോകുന്നു, അങ്ങനെ പി കെ. ഓക്കെ, അപ്പോൾ P2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൈൻഡാണ്, പി കെ എന്ന് പറഞ്ഞാൽ കേത്ത് കൈൻഡാണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. P3 ആണ് തേർഡ് കൈൻഡ് വരിക. ഇവിടെ പി കെ എന്ന് പറയുമ്പോൾ കേത്ത് കൈൻഡ് എന്ന് പറയാം. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇവിടെ വരുന്നത്, അതായത് നമ്മൾ n ഒബ്ജക്ട്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതിൽ P1 ഒബ്ജക്ട്സ് ഒരുപോലെയാണ്. ഓക്കെ, P2 ഒബ്ജക്ട്സ് വേറൊരു ടൈപ്പാണ്, P3 ഒബ്ജക്ട്സ് P3 എണ്ണം വേറൊരു ടൈപ്പാണ്. അങ്ങനെ പോകുന്നു. അങ്ങനെ PK ഒബ്ജക്ട്സ് വേറൊരു ടൈപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ ബാക്കിയെല്ലാം ഡിഫറെൻറ്റ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് വരുന്നത് ഇതാണ്, n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര pk ഫാക്ടോറിയൽ. എക്സാമ്പിൾ നോക്കാം, ക്ലിയർ ആവും. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മലയാളം. അപ്പോൾ മലയാളം എന്ന ആ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വേർഡ്സ് ഫോം ചെയ്യാം? അത് മീനിങ്ലെസ് ആവാം, മീനിങ് ഫുൾ ആവാം. അതായത് വേർഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ആക്ച്വലി അതിൻ്റെ മീനിങ്. ഈ വേർഡ്സ്, ഈ ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ എത്ര വേർഡ്സ് ഉണ്ട്? മലയാളത്തിൽ ആകെ 9 വേർഡ്സാണുള്ളത്. അതിൽ എം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് 2 ടൈംസ്. എ എന്ന് പറയുന്നത് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. എൽ എന്ന് പറയുന്നത് 2 ടൈപ്സ് ആൻഡ് വൈ ഈസ് 1 ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, എം എന്ന് പറയുന്നത് 2 ടൈപ്സ് വരുന്നുണ്ട്, 2 ടൈപ്സ്. എ എന്ന് പറയുന്നത് 4 ടൈപ്സ് വരുന്നു. അതായത് ഇവിടെ ഈ പറയുന്ന അതാണ്, P1 ഒബ്ജക്ട്സ് ആർ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്. ആദ്യത്തെ 2 ഒബ്ജക്ട്സ് ആർ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്, 4 ഒബ്ജക്ട്സ് ആർ ഓഫ് ദ സെക്കൻഡ് കൈൻഡ്, and again 2 objects are of the third kind and 1 object is of the last kind. ഓക്കെ, അങ്ങനെയാണ് നമുക്കിത് പറയാം. അപ്പോൾ ഈ വേർഡ്സിനെ ഇതുപോലെ 9 ലെറ്റേഴ്സ് ഉണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര pk ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും അത് അപ്ലൈ ചെയ്യാം? 9 ഫാക്ടോറിയൽ ബൈ, അല്ലേ, n എന്ന് പറയുന്നത് 9 ആണ്, ബൈ ആദ്യത്തേത് p1 ഒബ്ജക്ട്സ്, p1 ഫസ്റ്റ് കൈൻഡ് p1 ഒബ്ജക്ട്സ്, അത് 2 ആണ് ഇവിടെ. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു നെക്സ്റ്റ് ഈസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്. അപ്പോൾ 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. Then do that, simplify that. Then you will get 9 factorial നമുക്ക് ഇങ്ങനെ എഴുതാം, 9 into 8 into 7 into 6 into 5 into 4 factorial. 4 factorial നമുക്ക് ക്യാൻസൽ ചെയ്യാം. Then 2 into 2 is in the denominator. Then simplify that. Then you will get 60 into 63, that is 3780. So that's the answer. Okay. Come to the next question. How many 4-digit numbers are there with no digit repeated? For how many 4-digit numbers are there with no digits repeated? നമുക്ക് ഡിജിറ്റ്സ് എത്രയുണ്ട്? 0 to 9 ആണ് ഡിജിറ്റ്സ്. നമ്പർ ഓഫ് ഡിജിറ്റ്സ് 0 to 9 വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇവിടെ 10 ആണ്. ഈ 10 ഡിജിറ്റ്സ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്നത്, നമ്മൾ ഫോം ചെയ്യേണ്ടത് 4-digit നമ്പേഴ്സാണ്. എത്ര 4-digit നമ്പേഴ്സ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും വിത്ത് നോ ഡിജിറ്റ്സ് റിപ്പീറ്റഡ്? ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. So let the total number of digits is 10. അല്ലേ, 10 ഡിജിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. നമ്പർ ഓഫ് 4-digit നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0 ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 പ്ലേസ് ഉണ്ട്, 4 ഡിജിറ്റ്സ്. ഇത് ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്യാണ്. അപ്പോൾ 10 ഡിജിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ 10ൽ നിന്ന് 4 വീതം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എത്ര നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാം? ദാറ്റ് ഈസ് 10 ഡിജിറ്റ്സിൽ നിന്ന് നമ്മൾ 4 പ്ലേസസ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 10 NPR പോലെ 10PR വരും. അപ്പോൾ 10PR ഈസ് 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് R ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 4 ഫാക്ടോറിയൽ. ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 4 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ വരുമ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7, ദാറ്റ് ഈസ് 5040. ഇത്രയും നമ്പേഴ്സ് നമുക്ക് 4 ഡിജിറ്റ്സ് പ്ലേസ്, 4 ഡിജിറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്തു. ഈ 10 നമ്പേഴ്സ് 10 ഡിജിറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ എണ്ണമാണ് 5040. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ 4 ഡിജിറ്റ്സും ഫോം ചെയ്യുന്നത് 0യും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 1 2 3 അങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് നമ്പർ ഈസ് 123, അല്ലേ? അപ്പോൾ അത് 3 ഡിജിറ്റ് നമ്പറായി പോകും. അപ്പോൾ 0 ഫസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ആ തൗസൻഡ്സ് പ്ലേസിൽ വരുമ്പോൾ ആ നമ്പർ 3rd ഡിജിറ്റ്സായി മാറും. അത് 4 ഡിജിറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല.
അപ്പോൾ ആ നമ്പർ നമ്മൾക്ക് ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്പർ ഓഫ് 3 digit numbers if 0 comes in the thousands place. അപ്പോൾ 0 തൗസൻഡ്സിൻ്റെ പ്ലേസിൽ വെച്ചിട്ട് എത്ര നമ്പർ ഇവിടെ ഉണ്ട് എന്ന് നോക്കാം. 0 ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ വന്നു, അവിടെ 0 ഫിക്സ് ചെയ്തു. ബാക്കിയുള്ള 3 പ്ലേസസ് ആണ് നമുക്ക് ബാക്കി, ആ 0യും അവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി ഡിജിറ്റ്സ് എത്രയുണ്ട്? ആകെ ടോട്ടൽ 10 ആയിരുന്നു, അതിൽ നിന്ന് 0 ഇവിടെ ഫിക്സ് ചെയ്തു ആ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ. അപ്പോൾ ബാക്കി 9 ഡിജിറ്റ്സ് ഉണ്ട്. ആ 9 ഡിജിറ്റ്സിനെ നമുക്ക് ഈ 3 പ്ലേസസിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യണം അല്ലേ. ഇങ്ങനെ 4 digit നമ്പറാണ് 1 2 3 4. ഇത് തൗസൻഡ്സിൻ്റെ പ്ലേസിൽ നമ്മൾ 0 ഫിക്സ് ചെയ്തു. ഇനി ഈ 3 പ്ലേസിൽ നമ്മൾ ബാക്കിയുള്ള 9 ലെറ്റേഴ്സ് 9 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഫില്ല് ചെയ്യാം? അതാണ് 9p3. ഓക്കെ, 3 പ്ലേസസ് 9p3, ദാറ്റ് ഈസ് 9 factorial by 9 minus 3, that is 6 factorial. അപ്പോൾ 9 into 8 into 7. ഓക്കെ, അപ്പോൾ ഇവിടെ 9 into 8 into 7 വരുമ്പോൾ 504 പ്ലേസസ് വരും. നമ്പർ ഓഫ് ഡിജിറ്റ്സ് 504 വരും. അപ്പോൾ ഈ 0 ഫസ്റ്റ് ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 504. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? 4 digit നമ്പേഴ്സ് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ, അതായത് 0 ഫസ്റ്റ് പ്ലേസിലും ഈ തൗസൻഡ്സിൻ്റെ പ്ലേസിലും വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫോം ചെയ്യുമ്പം 5040 ആണ്. അതിൽ നിന്ന് 0 ഫസ്റ്റ് പ്ലേസിൽ വയ്ക്കുന്ന നമ്പേഴ്സ് വരുമ്പോൾ അത് 3 digits ആണ്, 4 digits അല്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് 504 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4536. അപ്പോൾ നമ്മളുടെ ആൻസർ ഇതാണ്, 4536 നമ്പേഴ്സ്. ഓക്കെ, then come to the next question. In how many words with or without meaning can be formed using all the letters of the word Monday, assuming that no letter is repeated if all letters are used but first letter is a vowel? ഇപ്പോൾ ഇവിടെ നമുക്ക് certain കണ്ടീഷൻസ് പറയുന്നുണ്ട്. മൺഡേ എന്ന് പറയുന്ന ആ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വേർഡ്സ് ഉണ്ടാക്കാം? വിത്തൗട്ട് മീനിങ് അല്ലേ, എത്ര വേർഡ്സ് ഫോം ചെയ്യാം? ഓൾ ലെറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അസ്യൂമിങ് ദാറ്റ് നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ്, നോ ലെറ്റർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇഫ് ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇവിടെ വവലായിരിക്കണം, അതൊരു കണ്ടീഷനാണ്. ദ വേർഡ് മൺഡേ ഹാസ് 2 vowels. വേർഡ് മൺഡേയിൽ എത്ര വവലുണ്ട്? O ഉണ്ട്, A ഉണ്ട്, 2 vowels ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ, ഇഫ് ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ. ഫസ്റ്റ് ലെറ്റർ അപ്പോൾ എന്ത് വരണം? A അല്ലെങ്കിൽ O വരണം അല്ലേ. അപ്പോൾ ഇവിടെ A and O ആർ ദ 2 vowels അല്ലേ. ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ, ആ എയും ഒയും നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ഈ 2വിൽ നിന്ന് 1 എടുത്തിട്ട് അറേഞ്ച് ചെയ്യും. 2p1 ആയിരിക്കും. 2വിൽ നിന്ന് 1 അറേഞ്ച് ചെയ്തു, 2p1. അതായത് ഈ A and O നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. എത്ര വേയിൽ? 2p1, ദാറ്റ് ഈസ് 2 factorial ways. അപ്പോൾ 2 factorial waysൽ എയും ഒയും അറേഞ്ച് ചെയ്യാം. ഇനി 1 vowel ഈസ് ഫിക്സ്ഡ് അറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പൊസിഷനിൽ വവൽ വേണം. അപ്പോൾ ഒരു വവൽ അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ദ റിമൈനിങ് 5 letters, ബാക്കി 5 letters ഉണ്ട്, ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 5p5 ways അല്ലേ. ആ ബാക്കി 5 പ്ലേസ് നമുക്ക് 5p5 waysൽ, അതായത് 5 factorial. നമ്മൾ ഓൾറെഡി കണ്ടു n എന്ന് പറഞ്ഞാൽ n factorial ആണ്. അപ്പോൾ 5 factorial ആണ്. അപ്പോൾ ബാക്കിയുള്ളത് 5 factorial waysൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നമുക്ക് ആകെ എത്രയുണ്ട്? ആകെയുള്ള പ്ലേസിൽ നമുക്ക് ഈ ഫസ്റ്റ് വവൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഒരു വവൽ ഇവിടെ ഫിക്സ് ചെയ്താൽ ബാക്കി ആകെ 6 ആണുള്ളത്. അതിൽ 5, ഈ 5 പ്ലേസസ് നമുക്ക് 5 factorial വേസിൽ ഫില്ല് ചെയ്യാം. ഇനി ഈ പ്ലേസ് എത്ര വേസിൽ ഫില്ല് ചെയ്യാം? 2 വേസിൽ ഫില്ല് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടു 2 factorial. അപ്പോൾ ഈ പ്ലേസ് ഫിക്സ് ചെയ്തുകൊണ്ട് വേണം ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് 2 factorial വേസിലും ഇത് 5 factorial വേസിലും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് എത്ര വേസിൽ ചെയ്യാം? 2 factorial into 5 factorial, that is 2 into 120, that is 240 ways. ഓക്കെ, അപ്പോൾ 240 വേസിലാണ് ഇവിടെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. ആദ്യത്തേത്
2 ഫാക്ടോറിയൽ ബേസിൽ ചെയ്യാം. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ അത് 5 ഫാക്ടോറിയൽ ബേസിൽ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ m ഇൻറ്റു n നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ആ രീതിയിൽ വരുമ്പോൾ ഇത് 2 ഇൻറ്റു 120 ദാറ്റ് ഈസ് 240 ways. Okay. Then come to the next question. Find the value of n such that np5 equal to 42 into np3, n greater than 4. Just find out that. അപ്പോൾ ഇവിടെ np5 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞു ഇതിനെ n-r+1 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇവിടെ np5 ആണ്, r എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ n-5+1 ദാറ്റ് ഈസ് n-4. ഇനി np3 എന്ന് പറയുന്നത് അതേപോലെ തന്നെ എടുക്കുമ്പോൾ n-r+1 എന്ന് പറയുമ്പോൾ n-3+1 ദാറ്റ് ഈസ് n-2. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് np5 ഈക്വൽ ടു 42 np3 എന്നാണ്. ഓക്കെ, അപ്പോൾ np5നെ നമുക്ക് ഇങ്ങനെ എഴുതാം n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4 ഇല്ലേ, നമുക്കറിയാം. ഈക്വൽ ടു 42 ഇൻറ്റു np3 എന്ന് പറയുന്നത് ഇതുപോലെയാണ് n ഇൻറ്റു n-1 ഇൻറ്റു n-2. ഓക്കെ, ഇൻറ്റു n-3 ഇൻറ്റു n-4. ഓക്കെ, ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 42 ഇൻറ്റു n ഇൻറ്റു n-1 ഇൻറ്റു n-2 ആണ്. ആ ടേംസ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം. n-1 ഇവിടെ ക്യാൻസൽ ചെയ്യാം, n-2 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ എന്നും ഉണ്ടാവും അവിടെ, നോക്കാം, കണ്ടോ എന്നുണ്ട്. അപ്പോൾ എന്നും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, n ക്യാൻസൽ ചെയ്തു. ദെൻ ദ റിമൈനിങ് ഈസ് നോക്കുക n ഇൻറ്റു n-1 ഇൻറ്റു n-2 രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് എന്താണ്? n-3 ഇൻറ്റു n-4 ഈക്വൽ ടു 42. ഓക്കെ, അപ്പോൾ n-3 ഇൻറ്റു n-4 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. n² - 7n + 12 - 42 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, -42 = 0. ദെൻ അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n² - 7n - 30 = 0. അത് നമുക്ക് ഈ രീതിയിൽ എഴുതാം, n-10 ഇൻറ്റു n+3 = 0. അല്ലെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് n = 10 ആൻഡ് n = -3. പക്ഷേ ഇവിടെ നമുക്ക് np5 ഇവിടെ n നമ്മൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്, അത് നെഗറ്റീവ് ആകാൻ സാധിക്കില്ല. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ എടുക്കാവുന്ന വാല്യൂ 10 ആണ്. So n cannot be negative, so n = 10. Okay, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. Then come to the next question. Find the value of r if 5 into npr equal to 6 into 5pr minus 1. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാം. നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ നമ്മുടെ npr എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ആണ്. ആ രീതിയിൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു രണ്ട് സൈഡിലും. എന്നിട്ട് ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്യാണ്, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് us see. 5 ഇൻറ്റു n 4pr എന്നുള്ളതിന് 4 ഫാക്ടോറിയൽ ബൈ 4 - r ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഇൻറ്റു ഹിയർ 5pr - 1. അപ്പോൾ അത് 5pr പോലെ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ 5 ഫാക്ടോറിയൽ ബൈ 5 - r - 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് 5 ഫാക്ടോറിയൽ വരും ബൈ 4 - r ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ബൈ 5 മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്യുക, ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 5 - r + 1 വരും. അപ്പോൾ 6 - r വരും. ഓക്കെ, 6 - r ഫാക്ടോറിയൽ. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 ഫാക്ടോറിയൽ രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് എന്ത് വരും നോക്കിയേ, 1 ബൈ ലെഫ്റ്റ് സൈഡിൽ 1 ബൈ 4 - r ഫാക്ടോറിയൽ ഇതെന്ന് പറയുന്നത് ഇതാവും 1 ബൈ 4 - r ഫാക്ടോറിയൽ ഈക്വൽ ടു മുകളിൽ നമ്മൾ 5 ഫാക്ടോറിയൽ ഓൾറെഡി ക്യാൻസൽ ചെയ്തു രണ്ടും. അപ്പോൾ 6 ബൈ 6 - r ഫാക്ടോറിയൽ ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതി, 6 - r ഫാക്ടോറിയൽ എന്നുള്ളതിന് 6 - r ഇൻറ്റു 6 - r - 1 ഇൻറ്റു 6 - r - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് 4 - r ഫാക്ടോറിയൽ അഗെയിൻ വി ക്യാൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ രണ്ട് സൈഡിലുള്ളത് ഇത് ക്യാൻസൽ ചെയ്യാം. ദ റിമൈനിങ് പോർഷൻ യു ക്യാൻ റൈറ്റ് ഹിയർ 6 ബൈ 5 - r ഇൻറ്റു 6 - r ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് ദിസ്. ഓക്കെ, ദിസ് മച്ച് 1 ബൈ 1 ഈക്വൽ ടു ദിസ് 6 ബൈ 5 - r അത് ഇൻറ്റു 6 - r ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ദിസ്.
again അത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് അതായത് മൾട്ടിപ്ലൈ ചെയ്ത് then you simplify that, then solve it for r, then you will get r equal to 8 or r equal to 3. Okay, r equal to 8 or r equal to 3. അപ്പോൾ ഇവിടെ നോക്കുക, find the value of r if 5 into 4 pr equal to 6 into 5 pr minus 1. ഇവിടെ എൻ പി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആർ എപ്പോഴും നമ്മുടെ ബൈ ഡെഫിനിഷൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ 5 ഉണ്ട്, ഇവിടെ 6 ആണ് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ലെസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ആർ ഈക്വൽ ടു 3. So you can select this as r equal to 3. Okay. Then comes next question. We will do it later. Okay. Repeat it. Thank you very much.